അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 108. നിനക്ക് എന്താ പെണ്ണെ? എനിക്ക് എന്തിനാ റെസ്റ്റ്? ഒന്ന് പോയേ കുഞ്ഞാ. ഞാൻ ഓഫീസിൽ പോണുണ്ട്, ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് അഗ്നി ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങി. ജ്വാല പെട്ടെന്ന് അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. ഇന്ന് പോണ്ട, ഞാൻ വിടില്ല. അവള് വാശിയോടെ വീണ്ടും പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞാ, എനിക്കൊരു കുഴപ്പവും ഇല്ലടി. അവൻ ദയനീയമായി പറഞ്ഞു നോക്കി. പൂവണ്ടാന്ന് പറഞ്ഞാ പൂവണ്ട, ഞാൻ നിങ്ങളുടെ ഭാര്യ, എന്നെ അനുസരിക്കണം. അവളിൽ ഗൗരവമാണ്. ആ മുഖം കണ്ടപ്പോ അഗ്നിക്ക് ചിരിയാണ് വന്നത്. എന്താണൊരു ഗൗരവൊക്കെ? എന്റെ കുഞ്ഞിപ്പെണ്ണെ, എനിക്ക് സത്യമായിട്ടൊരു കുഴപ്പമില്ലാന്ന്. ദേവേട്ട പ്ലീസ്. അവസാനം അവൾ കെഞ്ചി നോക്കി. ലീവ് എടുക്കാനും മാത്രം എനിക്ക് ഒന്നുമില്ല കുഞ്ഞാ. അഗ്നി അവളെ ചുറ്റിപ്പിടിച്ചു. ആയിക്കോട്ടെ, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. നല്ല ദേവേട്ടനല്ലേ? അവൾ അവന്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. അല്ലല്ലോ, ഞാനത്ര നല്ലവനൊന്നുമല്ല. അവനും അവള് ചെയ്തതുപോലെ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അനുസരിക്കാത്തെ? അവള് ചുണ്ടു പിളർത്തി. എനിക്ക് അതിനു വേണ്ടി കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട്. അവൻ ചിരിയോടെ തന്നെ പറഞ്ഞു. ഇന്ന് ഫുള്ള് ദേവേട്ടന്റെ കൂടെ ഇരുന്ന് ദേവേട്ടനെ നോക്കാന്ന് കരുതിയാ ഞാൻ നേരത്തെ എണീറ്റത് പോലും. ആ സാരല്ല, ഞാൻ കൂടെ ഇരിക്കണത് ദേവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. അവള് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് സമ്മതിക്കാതെ അഗ്നി അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി തല താഴ്ത്തി. അതെ, എന്റെ പെണ്ണ് എന്നോട് പിണങ്ങിയോ? അവൻ ആർദ്രമായി ചോദിച്ചു. നിക്കെന്തിനാ പിണക്കം? എന്നെ വിട്, ഞാൻ കോളേജിൽ പൊക്കോളാം. അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കി. ആ അടങ്ങിയിരിക്കന്റെ പൂച്ചക്കുട്ടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബലം പിടിക്കുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലടി. അവൻ കുറുമ്പോടെ അവളുടെ മുക്കുത്തിയിൽ തട്ടി. ജ്വാല ചുണ്ടുകൊട്ടി. അതെ, ഇന്ന് ഞാൻ ലീവ് എടുത്താ എന്റെ കൂടെ തന്നെ ഇരിക്കുവോ? അതായത് ഒരു നിമിഷം പോലും എന്നീന്ന് അകന്നു മാറാതെ എന്റെ കൂടെ തന്നെ? അഗ്നി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ തലയിൽ ചുറ്റിക്കെട്ടി വെച്ച ടവൽ അഴിച്ചു മാറ്റി. ഉം ജ്വാല മൂളി. സത്യായിട്ടും? അവൻ വീണ്ടും ചോദിച്ചു. ഒരാഴ്ച ലീവ് എടുക്കാന്ന് സമ്മതിക്കണം, എന്നാ കൂടെ തന്നെ കാണും ഞാൻ. അവള് ഗൗരവത്തോടെ പറഞ്ഞു. ഒരാഴ്ച? അവൻ മുഖം ചുളിച്ചു. പറ്റില്ലെങ്കിൽ വേണ്ട. അവൾ അകലാൻ ശ്രമിച്ചു. ആ പൂവല്ല എന്റെ വാവേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൻ കുസൃതിയോടെ പറഞ്ഞു. ജ്വാല അവനെ മുഖം വീർപ്പിച്ചു നോക്കി. എനിക്കെന്റെ കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരാഴ്ചക്ക് ലീവ് എടുക്കാന്ന് വെച്ചാ അത് കൂടുതലല്ലേ കുഞ്ഞാ? ഒരു കൂടുതലുമില്ല, മാറിയിട്ട് പോയാ മതി. അവൾ ഒരു തരം വാശിയോടെ പറഞ്ഞു. അവൻ അവളുടെ കവിളിൽ തലോടി. എന്താ നീ ഇത്ര വാശി? വാശിയല്ല, എനിക്ക് പേടിയായിട്ടാ. നല്ല ദേവേട്ടനല്ലേ, എന്റെ പൊന്നല്ലേ? അവള് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. പൊന്നോ? അഗ്നി ചിരിച്ചുപോയി. എന്തിനാ ദുഷ്ട ചിരിക്കണേ? എന്നെ പൊന്നേന്നും മുത്തേന്നും വാവേന്നൊക്കെ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചിരിക്കാറില്ലല്ലോ. അവള് ചുണ്ടു കൂർപ്പിച്ചു. അവൻ ചിരിയോടെ അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ജ്വാലയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. നീ ആദ്യമായിട്ടല്ലേ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ ചിരിയോടെ തന്നെയാണ് മറുപടി പറഞ്ഞത്. ജ്വാല അപ്പോഴും പുഞ്ചിരിച്ചതേയുള്ളൂ. ശരി, ഞാൻ ലീവാക്കാം. പക്ഷെ അങ്ങനെ ലീവാക്കുമ്പോ എന്റെ ഭാര്യ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തരേണ്ടി വരും. അവനിൽ കുറുമ്പാണ്. എന്താ വേണ്ടേ? എന്ത് വേണമെങ്കിലും തരാം. അവൾ ഉറപ്പിച്ചു പറഞ്ഞു. വാക്കാണോ? പിന്നെ മാറ്റരുത്. അവൻ കണ്ണിറുക്കി. ഇല്ല, മാറ്റില്ല. എന്താ വേണ്ടേ? അവള് വീണ്ടും ചോദിച്ചു. അത് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പറയാ. അപ്പൊ വാക്ക് മാറ്റാതിരുന്നാ മതി. അവൻ കള്ളച്ചിരി ചിരിച്ചു. ഓക്കെ, അപ്പൊ ലീവ് എടുക്കുമല്ലോ അല്ലേ ഒരാഴ്ച? ശരി. അവൻ ചിരിച്ചു. നല്ല ദേവേട്ടൻ. അവള് കുറുമ്പോടെ പറഞ്ഞതും അവനും ചിരിച്ചുപോയി. എന്നാലേ ഞാൻ ഇപ്പൊ വരാട്ടോ. ദേവേട്ടൻ ഇവിടെ ഇരിക്കേ. ആ പോവല്ല പെണ്ണെ, അപ്പൊ സിന്ദൂരം വേണ്ട എന്റെ കുഞ്ഞിന്? അവൻ ബെഡിലിരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്തു. ജ്വാല അവനെ കണ്ണു വിടർത്തി നോക്കി. അവൻ ചെപ്പു തുറന്ന് വിരലാൽ ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവൾക്ക് ചാർത്തി കൊടുത്തു. ജ്വാലയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കഴിഞ്ഞു, അവൻ പറഞ്ഞുകൊണ്ട് ആ ചെപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ജ്വാല കണ്ണു തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. സിന്ദൂരമണിഞ്ഞ് അവളെ കാണുമ്പോൾ അവൾക്ക് ഒന്നുകൂടി സൗന്ദര്യം കൂടിയതുപോലെ തോന്നുന്നു. അഗ്നി മനസ്സിൽ പറഞ്ഞു. ജ്വാല അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. സിന്ദൂരച്ചെപ്പ് ടേബിളിൽ വെച്ച് അവള് പുറത്തേക്ക് നടന്നു. എവിടെ പോവാ കുഞ്ഞ? എന്റെ കൂടെ തന്നെ കാണുന്നു പറഞ്ഞിട്ട്. അഗ്നി അത് കണ്ട് പരിഭവത്തോടെ ചോദിച്ചു. താഴേക്ക്. അമ്മയോടും അച്ഛയോടും പറയട്ടെ ദേവേട്ടന് ഞാനൊന്നും എവിടെ പോണില്ലാന്ന്. ഇപ്പൊ വരാം. അവള് ചിരിയോടെ അവനോട് പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. അഗ്നി ഒരു പുഞ്ചിരിയോടെ അവള് പോകുന്നതും നോക്കിയിരുന്നു. ജ്വാല താഴേക്ക് പോയി ചിത്തുവിനോടും മോഹനോടും കുറച്ചു ദിവസം അവളും അഗ്നിയും ലീവാണെന്ന് പറഞ്ഞ് തിരികെ അവരുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അഗ്നി ബ്രഷ് ചെയ്ത് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിരുന്നു. ആഹാ, തനിച്ചു പോയി ബ്രഷ് ചെയ്ത് വന്നോ? അവൾ അഗ്നിയോട് ചോദിച്ചു.
ആ, അതിനു വേണ്ടി കുഴപ്പമൊന്നും എനിക്കില്ലല്ലോ. അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. ജ്വാല പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വന്ന് ബെഡിലിരുന്നു. അഗ്നി അവളെ കണ്ണുമിഴിച്ചു നോക്കി. നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? അവനൊരു വെപ്രാളത്തോടെ ചോദിച്ചു. ദേവേട്ടന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ. അമ്മ പറഞ്ഞു എന്നോട് ചെയ്തു കൊടുക്കാൻ. അവനോട് അതും പറഞ്ഞുകൊണ്ട് ബോക്സ് തുറന്ന് കോട്ടണും ഡോക്ടർ എഴുതിയ ഓയിന്റ്മെന്റുമെല്ലാം എടുത്തു വെച്ചു. അത് വേണ്ട, ഞാൻ ചെയ്തോളാം. അഗ്നിയുടെ മുഖത്ത് പതർച്ചയാണ്. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അതെന്താ? ഇങ്ങോട്ട് വാ ദേവേട്ടാ, ഞാൻ ചെയ്തു തരാം. അവള് വീണ്ടും പറഞ്ഞു. വേണ്ട, അത് ഞാൻ പിന്നെ ചെയ്തോളാം. അവന്റെ സ്വരം ഗൗരവത്തിലായി. ജ്വാല അവനെ നെറ്റിച്ചുളിച്ചുകൊണ്ട് നോക്കി. അവനത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. ജ്വാല അഗ്നിയുടെ കയ്യിൽ കയറി പിടിച്ചു. കുഞ്ഞാവിട്, എനിക്ക് ചായ വേണം, ഞാനത് കുടിച്ചിട്ട് ഇപ്പോ വരാം. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. വേണ്ട, ആദ്യം മുറിവ് ഡ്രസ് ചെയ്യട്ടെ. അവൾ വാശിയോടെ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്താ നോക്കണേ, വാ. അവള് വീണ്ടും പറഞ്ഞു. അത് ഡ്രസ് ചെയ്യാനും മാത്രം ഒന്നുമില്ല, ഞാൻ പിന്നെ ചെയ്തോളാം. അവൻ വീണ്ടും പറഞ്ഞതും ജ്വാലയുടെ മുഖം മങ്ങിപ്പോയി. ഞാൻ ചെയ്തു തരാ, ചെറിയ മുറിവല്ലേ. അവൾ ഒന്നുകൂടി പറഞ്ഞു നോക്കി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ കുഞ്ഞ, വെറുതെ വാശി പിടിക്കല്ലേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ നിനക്ക് ഈ വാശി. ഞാൻ പിന്നെ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ജ്വാലയുടെ മുഖം മങ്ങി. അവൾ തല താഴ്ത്തി കളഞ്ഞു. ഉം. അവൾ പതിയെ മൂളിക്കൊണ്ട് അവളെടുത്ത സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്ക് വെച്ചു. അവന്റെ ശബ്ദത്തിലെ ദേഷ്യം അവൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുണ്ടുകൾ വിതുമ്പിപ്പോയി. പെട്ടെന്ന് അവൾ കൈയുയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു. അവളെ നോക്കി നിന്ന അഗ്നി പകച്ചുപോയി. അവള് പെട്ടെന്ന് എഴുന്നേറ്റ് ആ ബോക്സ് എടുത്ത് കബോർഡിൽ വെച്ചു. പതിയെ അഗ്നിയുടെ മുന്നിൽ പോയി തലതാഴ്ത്തി നിന്നു. അവൻ അവളെ തന്നെ നോക്കി. വിശക്കുന്നില്ലേ? വാ കഴിക്കാം. അതും പറഞ്ഞ് അവളൊന്ന് തേങ്ങി. പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ജ്വാല മുന്നോട്ട് നടന്നു. പക്ഷെ അവള് റൂം കടന്ന് പോവും മുന്നേ അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ജ്വാല അങ്ങനെ തന്നെ നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ അവന് നേരെ തിരിച്ചു നിർത്തി പെട്ടെന്ന് നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൾ അവനെ ചേർത്ത് പിടിക്കാതെ അങ്ങനെ തന്നെ നിന്നു. കണ്ണുകൾ മാത്രം നിറയുന്നുണ്ട്. അവൻ പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വാ കഴിക്കാം. അവള് വീണ്ടും പറഞ്ഞു. അവനീന്ന് അകന്നു മാറാനാണ് അവളുടെ ശ്രമമെന്ന് അവന് മനസ്സിലായി. അവൻ അവളിലുള്ള പിടി ഒന്നുകൂടി മുറുക്കി. അത് മനസ്സിലായ പോലെ ജ്വാല അനങ്ങാതെ നിന്നു. സോറി കുഞ്ഞ, ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് സങ്കടായോ? അവൻ വിഷമത്തോടെ ചോദിച്ചു. ജ്വാല കണ്ണുകൾ അമർത്തി തുടച്ച് പുഞ്ചിരിയോടെ അവനെ നോക്കി. ഇല്ല, സാരല്ല, ഞാൻ വാശി കാണിച്ചിട്ടല്ലേ. ഇനി ഇനി കാണിക്കില്ല. ഞാനിതൊക്കെ ചെയ്തു തരണത് ദേവേട്ടന് ഇഷ്ടാവെന്ന് കരുതിപ്പോയി. സാരല്ല. അവള് പുഞ്ചിരിച്ചു. പക്ഷെ ആ ചുണ്ടുകളുടെ വിതുമ്പല് അവസാനിച്ചിരുന്നില്ല. അഗ്നിയുടെ നെഞ്ചു പിടച്ചുപോയി. സോറി കുഞ്ഞ, ഞാൻ പറഞ്ഞത് സങ്കടായല്ലേ? ഇല്ല, വാ കഴിക്കാം. വേണ്ട, വാ, എൻ്റെ മുറിവ് ഡ്രസ് ചെയ്തതാ. അവൻ പറഞ്ഞതും ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവൻ ചോദിച്ചു. ഞാൻ ചെയ്തു തന്ന ഇഷ്ടല്ലല്ലോ, ഞാൻ അമ്മയെ വിളിക്കാം. അവള് പതിയെ പറഞ്ഞു. വേണ്ട, എൻ്റെ കുഞ്ഞ് ചെയ്തു തന്നാ മതി. അവൻ പറഞ്ഞിട്ടും അവൾ ഇല്ല എന്ന പോലെ തന്നെ വിലങ്ങനെ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. ജ്വാല തേങ്ങിപ്പോയി. സോറി, അത് മോള് മുറിവ് കണ്ട് പേടിച്ചാലോന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ, അല്ലാതെ ദേഷ്യപ്പെട്ടതല്ല. അവൻ പറഞ്ഞു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ചെറിയ മുറിവല്ലേ, അതിനെന്തിനാ പേടിക്കണേ? അവള് മനസ്സിലാവാതെ ചോദിച്ചു. അത് അത് കുഞ്ഞാ, അത് പിന്നെ അത്രയും ചെറിയ മുറിവല്ല. നാല് സ്റ്റിച്ച് ഉണ്ട്. അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ, 4 സ്റ്റിച്ചോ? അവള് പകപ്പോടെ ചോദിച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നു. യോ, എന്നിട്ട് എന്നോട് എന്തിനാ കള്ളം പറഞ്ഞ്? ചെറിയ മുറിവാണെന്നല്ലേ പറഞ്ഞേ? അവള് പേടിയോടെ അവന്റെ തലയിലെ കെട്ടിലേക്ക് നോക്കി. ഒന്നുമില്ലടാ വാവേ, അത് കള്ളം പറഞ്ഞതാ. സത്യം പറഞ്ഞ എല്ലാവർക്കും ടെൻഷൻ ആവില്ലേ, അതുകൊണ്ട്. അവൻ പറഞ്ഞതും ജ്വാല പൊട്ടിക്കരഞ്ഞുപോയി. കണ്ടോ, ഇതാ ഞാനൊന്നും പറയാതിരുന്ന നിന്നോട്. പറഞ്ഞു കഴിഞ്ഞാ ഈ കരച്ചിൽ കാണേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്റെ കുഞ്ഞ, നീ ഇങ്ങനെ കരയില്ലേ, എനിക്കൊന്നുമില്ല. അവൻ അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു. ജ്വാല പെട്ടെന്ന് കണ്ണു തുടച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി. ആ പൂച്ച കണ്ണുകളിലെ ചുവപ്പ് കണ്ട് അവൻ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. വാ ഇവിടെ. ജ്വാല അവന്റെ കൈ പിടിച്ച് അവനെ ബെഡിൽ കൊണ്ടുവന്നിരുത്തി. അഗ്നി അനുസരണയുള്ള കുട്ടിയെപ്പോലെ ബെഡിലിരുന്നു. അവൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് ബെഡിലിരുന്നു. പതിയെ അവന്റെ നെറ്റിയിലെ കെട്ടഴിച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിലെ കെട്ടഴിച്ച് സ്റ്റിച്ചിൽ വെച്ചിരിക്കുന്ന കോട്ടൺ അവള് പതിയെ നീക്കി നോക്കി. ചുണ്ടുകൾ വിതുമ്പിപ്പോയി. വലിയ മുറിവാ ദേവേട്ടാ.
അവള് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല കുഞ്ഞാ, നോക്ക്, ഇതൊരു ചെറിയ മുറിവാ. ഗ്ലാസ് കൊണ്ടതാ. 2 ദിവസം കൂടുമ്പോ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോഴേക്കും മാറിക്കോളും. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനെ എന്നോട് കള്ളം പറഞ്ഞ് എനിക്ക് സഹിക്കണില്ല ദേവേട്ടാ. നല്ലോണം വേദനിക്കുന്നുണ്ടാവൂലേ? അവള് കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴാ എനിക്ക് വേദനിക്കുന്ന കുഞ്ഞാ. ഈ കണ്ണീര് കാണാൻ വെയ്യടി എനിക്ക്. അവൻ അവളുടെ മുഖം ആകെയൊന്ന് തുടച്ചു കൊടുത്തു. അമ്മയോട് പറയണ്ടേ? അവള് ചോദിച്ചു. അയ്യോ വേണ്ട, എനിക്ക് വയ്യ ഇനി അമ്മ കൂടി കരയുന്ന കാണാൻ. ഇതിനൊന്നും വയ്യാത്തോണ്ടാ ഞാൻ വ്യാസനോട് ചെറിയ മുറിവാണെന്ന് എല്ലാവരോടും പറഞ്ഞാ മതിന്ന് പറഞ്ഞേ. അഗ്നി സ്നേഹത്തോടെ പറഞ്ഞിട്ടും ജ്വാല അവനെ ദേഷ്യത്തോടെയാണ് നോക്കിയത്, ഉണ്ട കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട്. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്താടി യക്ഷി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? അവൻ അവളുടെ കണ്ണിൽ കുത്തുന്നത് പോലെ കാണിച്ചു. ഒന്നുമില്ല, കള്ളം പറഞ്ഞില്ലേ എന്നോട്? പോ, ഞാനിനി മിണ്ടില്ല. അയ്യോ അങ്ങനൊന്നും പറഞ്ഞൂടാ. ഒന്നുമില്ലെങ്കിലും നീ പറയുന്ന കേട്ട് ലീവ് എടുത്തവനല്ലേ ഞാൻ. അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? എനിക്ക് വാശിയെന്ന് പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി ഞാൻ ഒന്നും വേണമെന്ന് പറഞ്ഞ് ഒരു വാശിയും കാണിക്കില്ല. അവൾ വീറോടെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ വാശി കാണിക്കുന്ന കുറുമ്പിയാണല്ലോ ഇഷ്ടം. അവൻ അവളെ ചുറ്റിയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ടാണ് എന്നോട് ദേഷ്യപ്പെട്ട ഡ്രാക്കുള. അവള് പല്ല് കടിച്ചു. അഗ്നി ചിരിയോടെ അവളുടെ മൂക്കിൽ ഒന്ന് തട്ടി. അത് നീ എന്റെ ഈ സ്റ്റിച്ചൊക്കെ കാണാതിരിക്കാൻ വേണ്ടി വെറുതെ കാണിച്ചതാ. എന്നിട്ടോ നീ ഒന്ന് കരഞ്ഞു കാണിച്ചപ്പോ ഞാൻ വീണു. പാവം ഞാൻ. അഗ്നി മുഖം ചൊളിച്ചു. അയ്യോടാ, ഒരു പാവം കള്ളനാ. അവള് ചിരിച്ചു. ആണോ? അഗ്നിയിൽ കുറുമ്പ്. ആ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. അവന്റെ നോട്ടം നേരിടാനാവാതെ അവള് വിറച്ചുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി അവന്റെ മുറിവ് പതിയെ കെട്ടിക്കൊടുത്തു. ഇനി കള്ളത്തരം ആരും കണ്ടുപിടിക്കില്ല. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോണം. ഞാനും വരും. അവള് പറഞ്ഞതും അവൻ സമ്മതമെന്ന പോലെ തലയാട്ടി. ഇപ്പൊ എന്ത് നല്ല കുട്ടിയാ, കള്ള ചെകുത്താൻ വെറുതെ എന്നെ കരയിപ്പിച്ചിട്ട് ഡ്രാക്കുള. അവളുടെ ചുണ്ട് കൂർത്തു. അഗ്നി ആ ചുണ്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് അവൾ അപ്പോഴാണ് കണ്ടത്. ആ നോട്ടം കണ്ടതും അവളുടെ കണ്ണു പിടച്ചു. ദേവേട്ടാ, നിന്റെ ഡ്രാക്കുളയ്ക്ക് വിശക്കുന്നുണ്ടല്ലോ, അവൻ പറഞ്ഞു. അവൾ അവനെ മിഴിച്ചു നോക്കി. കൈകൾ അറിയാതെ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. അത് കണ്ട് അവൻ ചിരിച്ചു. തരുവോ? അവൻ ആർദ്രമായി ചോദിച്ചു. വേണ്ട ദേവേട്ടാ, തല വേദനിക്കും. എനിക്ക് ഇക്ലിയാവുമ്പോ ഞാൻ ഞാൻ കഴുത്ത് വെട്ടിക്കും. അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. അങ്ങനെ ചെയ്താ എനിക്ക് നെറ്റി വേദനിക്കും, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഒപ്പം മുഖം അവളുടെ വെളുത്തു നീണ്ട കഴുത്തിലേക്ക് പോയി. വേണ്ട ദേവേട്ടാ. ജ്വാല വിക്കി. വേണം കുഞ്ഞാ, നീ എനിക്ക് വാക്ക് തന്നതല്ലേ, ഞാൻ ചോദിക്കുന്ന എന്തു തരാന്ന്? അവൻ നേർത്ത സ്വരത്തിൽ ചോദിച്ചു. അവള് പിടച്ചിലോടെ അവനെ നോക്കി. ഇപ്പൊ എനിക്ക് വേണ്ടത് എടുക്കാൻ പോവാ ഞാൻ. എന്നെ തടയരുത്. തടഞ്ഞാ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചൂന്നാ. അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ പതിയെ ഊതി. അവള് കിതപ്പോടെ അവന്റെ തോളിൽ പിടിമുറുക്കി. കണ്ണുകൾ ഇറുക്കിയടച്ചു. അഗ്നിയുടെ ചുണ്ടിൽ പ്രണയത്തോടെ ഒരു ചിരി വിരിഞ്ഞു. തുടരും.